എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അവിടുന്ന് ട്രാൻസ്ഫറായി പോകാനുള്ള ഓർഡറൊക്കെ കൈ കിട്ടിയതിന് ശേഷം ട്രെയിനർ വേണുവിനെ കാണുവാണ്. എന്നിട്ട് വേണുവിനോട് പറയുന്നുണ്ട്, എടാ വേണു, ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ്, അവളൊരു നിസാര പെണ്ണല്ല. 3-4 കരുത്തന്മാരായ ആമ്പിള്ളേർ വന്നാൽ പോലും അവളോട് പിടിച്ചു നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വേണുവിനോട് പറയുന്നുണ്ട്. പിന്നെ നന്ദുവിനെയും തുഷാരെയാണ് കാണിക്കുന്നത്. തുഷാര പറയുവാണ്, നീ നിൻ്റെ വീട്ടിൽ നല്ല പിള്ളയായിക്കോ, നിൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒക്കെ മുന്നിൽ നല്ല പിള്ളയായിക്കോ, പക്ഷേ നിൻ്റെ ഉറക്കം കെടുത്തുന്നത് അവനാണ് എന്ന് എനിക്ക് അറിയാമെന്ന് തുഷാര നന്ദുവിനോട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ജലജയാണ് കാണിക്കുന്നത്. ജലജ പയ്യെ നമ്മുടെ ജാനകിയെ ഇങ്ങനെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ജാനകിയോട് പറയുവാണ്, അച്ഛൻ ഇപ്പോൾ അവളുമാർക്ക് വേണ്ടി സ്വഭാവം പോലും മാറ്റി തുടങ്ങി. അതുപോലെ തന്നെ അജയനും ഭയങ്കര ഇഷ്ടമാണല്ലോ നന്ദുവിനെ. അതുകൊണ്ടല്ലേ നന്ദുവിനെ കാണാൻ പോയ അനിയൻ നീ തല്ലാൻ ചെന്നപ്പോൾ നിൻ്റെ കൈ തട്ടി മാറ്റിയത് അജയേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിളപ്പിച്ച് കൊടുക്കുകയാണ്. അടുത്ത അലമ്പുണ്ടാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കി. പിന്നീട് നയന അനാമികയോട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. നയന അനാമികയോട് പറയുവാണ്, അതെ, നമ്മുടെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുകയല്ല ചെയ്യേണ്ടത്, അവരുടെ ഒപ്പം നിന്ന് അത് പരിഹരിക്കണമെന്ന് പറയുമ്പം കട്ടക്കലിപ്പിൽ നിൽക്കുന്ന നമ്മുടെ അനാമികയും ഇതെല്ലാം കഴിഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പോകുന്ന നയനയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ.